ലാസ്റ്റ് വീക്കിൽ പറഞ്ഞ സ്വിംഗ് പിക് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. സോ മഹാ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ മഹീന്ദ്ര ലോജിസ്റ്റിക്സ്. സോ മഹീന്ദ്ര ലോജിസ്റ്റിക്സ് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 385 ആയിരുന്നു ടാർഗറ്റ്. സോ ലാസ്റ്റ് വീക്കിൽ ക്യാനിൽ ഹൈ പോയത് അറൌണ്ട് 390 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മഹീന്ദ്ര ലോജിസ്റ്റിക്സിൽ. മറ്റ് സ്റ്റോക്കുകൾ ആസ് പെർ ഗിവൺ ലെവൽസ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ശക്തി പമ്പ്സ് പറഞ്ഞിരുന്നു. സോ ശക്തി പമ്പ്സ് 591 ആണ് എൻട്രി പ്രൈസ്. സോ അറൌണ്ട് 581 ആണ് ട്രേഡ് ചെയ്യുന്നത്. ഹോൾഡ് ചെയ്യാവുന്ന സ്റ്റോക്കാണ് ശക്തി പമ്പ്സ്. ജിനസ് പവർ. സോ ജിനസ് പവറും ഹോൾഡ് ചെയ്യാം. 345 ആയിരുന്നു എൻട്രി. എവർ റെഡി. എവർ റെഡിയും ഹോൾഡ് ആണ്. സോ 368 ആയിരുന്നു നമ്മുടെ എവർ റെഡിയിലെ എൻട്രി. സോ എവർ റെഡിയും ഹോൾഡ് ചെയ്യാവുന്നതാണ്. കൺസോളിഡേഷൻ ഫോർമേഷൻ ആണ് എവർ റെഡിയിൽ. നെക്സ്റ്റ് വീക്കിലേക്കുള്ള സ്വിംഗ് പിക്ക് ഏതാണെന്ന് നോക്കാം. സ്ട്രോങ് ബൈ സോൺ വിത്ത് ഹൈ മൊമെന്റം സ്കോർ ലാസ്റ്റ് മന്ത്. സോ ആസ് ഓഫ് നൗ ഈ ഒരു സ്റ്റോക്ക് സ്ട്രോങ് ബൈ സോണിലാണ്. പി റേഷ്യോ നോക്കുകയാണെങ്കിൽ ലോ പി ആണ്. സ്റ്റോക്ക് പാസസ് മെജോറിറ്റി ഓഫ് ക്യാൻസ്ലിം ഇൻവെസ്റ്റ്മെന്റ് സ്ട്രേറ്റ്. ക്യാൻസ്ലിം എന്ന ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ്. മിഡ് റേഞ്ച് പെർഫോമർ ആണ്. കൺസിസ്റ്റന്റ് ഹയസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്ക് ഓവർ ദ 5 years. റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട് 1 month ആൻഡ് 1 year. RSI നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ഗെയിൻ ആണ്. RSI ഇംപ്രൂവ് ആവുന്നുണ്ട്. റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ROC കമ്പനിയുടെ ഇംപ്രൂവ് ആവുന്നുണ്ട്. ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ്. റവന്യൂ ഇൻക്രീസ് ആവുന്നുണ്ട് എവറി ക്വാർട്ടർ ഫോർ ദ പാസ്റ്റ് 3 quarters. സോ കണ്ടിന്യൂസ് ആയിട്ട് 2 അല്ലെങ്കിൽ 3 ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ ഇൻക്രീസ് ആവുന്നുണ്ട്. 0 പ്രൊമോട്ടർ പ്ലഡ്ജ് ആണ്. RSI ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത്, ഹൈ വോളിയം, ഹൈ ഗെയിൻ ഉള്ള ഒരു സ്റ്റോക്കും കൂടിയാണ്. സോ ഒരു DVM സ്കോർ നോക്കാം. DVM സ്കോറിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് സ്ട്രോങ് ആണ്. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. വാല്യുവേഷൻ ഒരു മിഡ് റേഞ്ച് വാല്യുവേഷൻ ആണ്. മൊമെന്റം സ്റ്റോക്കിന്റെ ഇംപ്രൂവ് ആവുന്നുണ്ട്. സോ ടാറ്റ മോട്ടോഴ്സ് CV ആണ്. ടാറ്റ മോട്ടോഴ്സ് CV TMCV ആണ് ഇതിന്റെ സിമ്പിൾ വരുന്നത്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ടാറ്റ മോട്ടോഴ്സ്. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 431.90. സോ അറൌണ്ട് 432 ട്രേഡ് ചെയ്യുന്നത്. വോളിയം ഹ്യൂജ് വോളിയം ആയിരുന്നു. 21.7 മില്യൺ വോളിയം ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോരാം. TMCV ഈ ഒരു ഫോർമേഷൻ ആണ്. ഒരു സ്ട്രോങ് ലെവൽ ഓഫ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് ഫ്യൂ കൺസോളിഡേഷൻ ശേഷം നല്ലൊരു വോളിയം ക്യാൻഡിൽ ഫോർമേഷൻ ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 432. കറന്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. SL മെയിൻറ്റെയിൻ ചെയ്തത് 418 ആണ്. 418 ഡെയിലി ക്യാൻഡിന്റെ ക്ലോസിംഗ് ബേസിസിലായിരിക്കും SL വെക്കുന്നത്. രണ്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാം. 449 ആൻഡ് 465. 449 ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിരിക്കും. 465 മീഡിയം ടൈം ടാർഗറ്റ്. സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. TMCV ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്. നാളത്തെ ഇൻട്രാഡേ പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാഡേ പിക്സിൽ ആദ്യം REC ലിമിറ്റഡ്. RECയുടെ 15 minutes ചാർട്ട്. 15 minute ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ ആണ്. സോ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാം. ഇതേപോലെ ഈ ഒരു ലെവല് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ലെവലാണ്. സോ ഇൻ കേസ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് 368.2 ബ്രേക്ക് ചെയ്ത അറൌണ്ട് 4 points 4 പോയിന്റ് ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 360 ആയിരിക്കും. 360 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 356 4 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും REC ലിമിറ്റഡില്. കൊട്ടാക് ബാങ്ക് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്ട്രോങ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻ കേസ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബൈയിങ് എൻട്രി 414.2 ആയിരിക്കും ബൈയിങ് ലെവൽ. 4 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 407 ആണ്. 407 ബ്രേക്ക് ചെയ്ത് 403 വരെ ആയിരിക്കും കൊട്ടാക്കിന്റെ ടാർഗറ്റ്. നെക്സ്റ്റ് വൺ ഈസ് DLF ലിമിറ്റഡ്. DLFന്റെ ബൈയിങ് ലെവൽ 623. DLF ഈ ഒരു സ്ട്രക്ചർ ഓൾറെഡി ബ്രേക്ക് ചെയ്തതിനു ശേഷം ഒരു റീടെസ്റ്റിംഗ് ലെവലിലാണ്. സോ 623.5 ആയിരിക്കും ഇതിന്റെ ബൈയിങ് ലെവൽ. 6 പോയിന്റ് ടാർഗറ്റ്. 629.5 വരെ ആയിരിക്കും ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 618 ബ്രേക്ക് ചെയ്ത് 612 വരെ ആയിരിക്കും ടാർഗറ്റ് DLF. ടാറ്റ കെമിക്കൽസ്. ടാറ്റ കെമിന്റെ ചാർട്ടിൽ ക്ലിയർലി ലാസ്റ്റ് സെഷൻ ഒരു വോളറ്റൈൽ സെഷൻ ആയിരുന്നു. നല്ല രീതിയിൽ പ്രൈസ് സ്പൈക്ക് ഉണ്ടായെങ്കിലും ക്ലോസ് ചെയ്തിരിക്കുന്നത് 2% ഗെയിനിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. സോ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് സോൺ എന്ന് പറയുന്നത് അറൌണ്ട് ഈ ഒരു 742
742 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷോർട്ടിംഗ് ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ്. 7 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും. അപ്സൈഡ് ലെവൽ 754 ആണ്. 754 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻട്രി നോക്കാവുന്നതാണ്. ഓൾറെഡി ഓൾമോസ്റ്റ് ലാസ്റ്റ് ക്യാൻഡലിന്റെ ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നിട്ടുണ്ട്. എന്നാലും ഈ ലെവല് വാച്ച് ചെയ്യാം. 742 ഷോർട്ടിംഗ് ലെവൽ ആയിരിക്കും. ബൈയിങ് ലെവൽ 754.2. ഗോദ്രേജ് സി പി ആണ് അടുത്ത സ്റ്റോക്ക്. ഗോദ്രേജ് സി പിയിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നല്ലൊരു മൊമെന്റം പ്രൈസിലുണ്ടായിരുന്നു. അറൌണ്ട് 1.5% സ്റ്റോക്ക് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 1040 ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും അതേപോലെ ഒരു ഹൊറിസോണ്ടൽ ലെവൽ ഓഫ് ബ്രേക്ക് ഔട്ടും കൺഫേം ആവും. 1040 ബ്രേക്ക് ചെയ്താൽ 10 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും. മിനിമം ടാർഗറ്റ് 10%. 1050 വിട്ടാൽ ഷോർട്ടിംഗ് ലെവൽ 1025 ആണ്. 1025 ബ്രേക്ക് ചെയ്താൽ 1015 വരെ ആയിരിക്കും ടാർഗറ്റ്. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ.